നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. തൃശ്ശൂരിലാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിന്റെ വരവിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പരിപാടികളാണ് സജ്ജമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പാകെ മിനി പൂരം സംഘടിപ്പിക്കാൻ ഒരുങ്ങി പാറമേക്കാവ് ദേവസ്വം. പൂരമൊരുക്കാൻ പാറമേക്കാവ് ദേവസ്വം സുരക്ഷാ അനുമതി തേടി. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ 3-ാം തീയതി ഉണ്ട്. ആ ദിവസം മിനി പൂരം സംഘടിപ്പിക്കാനാണ് അനുമതി തേടിയിരിക്കുന്നത്. പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. തർക്കത്തെ തുടർന്നുള്ള പൂരപ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 15 ആനകളെ അണിനിരത്തിയായിരിക്കും പൂരം. നിലവിൽ പൂരം തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഈ തർക്കത്തിൽ കേന്ദ്ര സർക്കാർ തൃശൂർ പൂരത്തിനൊപ്പമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ശ്രമവും ഇതിലൂടെ നടക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള ശ്രമങ്ങൾ BJP തുടങ്ങി. ഏതായാലും പ്രധാനമന്ത്രി അടുത്ത മാസം കേരളത്തിലേക്ക് എത്തുകയാണ്. നടൻ സുരേഷ് ഗോപി ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ. വിജയസാധ്യത കൂടി പരിഗണിച്ച് BJP തൃശൂരിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ജനുവരി 3-ാം തീയതിയാണ് പ്രധാനമന്ത്രി എത്തുക. തേക്കിങ്ങാട് മൈതാനത്ത് വൈകിട്ട് 3 മണിക്ക് മഹാസമ്മേളനം നടക്കും. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സമ്മേളനം. തൃശൂരിലും സമീപ ജില്ലകളിലും നിന്നായി 2 ലക്ഷത്തിലേറെ സ്ത്രീകളെ പങ്കെടുപ്പിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മോദിയുടെ ആദ്യ പരിപാടിയാണ്. ജനുവരി 2-ന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം 3-ലേക്ക് മാറ്റുകയായിരുന്നു. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ BJP കേരള ഘടകം ആദരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം ഇന്ന് BJP സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഹോട്ടൽ പേൾ റീജൻസിയിലാണ് യോഗം. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും തിരഞ്ഞെടുപ്പ് നടപടികൾ അവലോകനം ചെയ്യുന്നതിനുമായാണ് യോഗം. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെയുള്ള സമര പരിപാടികൾ ചർച്ചയാകും. BJP കേരള ഘടകം പ്രഭാരിയായ പ്രകാശ് ജാവേദ്കർ MPയും BJP ദേശീയ ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാളും യോഗത്തിൽ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് IT സെൽ ഭാരവാഹികളുടെ യോഗവും ഉണ്ടാകും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാനാവില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. മോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നും എന്നാൽ അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് വന്ന് മത്സരിച്ചുകൂടെയെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം. നരേന്ദ്രമോദിക്ക് രാജ്യത്ത് എവിടെ മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ജനപിന്തുണയുണ്ട്. രാജ്യത്തെ ഏത് മുക്കിലും മൂലയിലും മത്സരിച്ചാലും മോദിക്ക് ജയിച്ചു വരാനാകും. അതിന് കേരളം തിരഞ്ഞെടുക്കണമെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നായിരുന്നു K. സുരേന്ദ്രന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.